ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ സെയിം നെഗറ്റീവ് ആയിട്ടുള്ളൊരു എനർജിയും കിട്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. കാരണം നിങ്ങൾ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും അത് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരുപോലെ ഫീൽ ചെയ്തിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും രണ്ട് രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ എത്രത്തോളം പോസിറ്റീവ് എനർജിയാണ് ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ കാരണം നിങ്ങൾ കുറേ അധികമായിട്ട് വിഷമിച്ചിട്ടുമുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളും അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പാകത്തിനുള്ള സമയം വരുമ്പോഴാണെങ്കിലും നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് പലപ്പോഴും. കാരണം പലപ്പോഴും നല്ല കാര്യങ്ങൾ കുറേ അധികമായിട്ട് ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ നിങ്ങളെ കുറേ അധികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ളൊരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ഇൻഡിസിഷൻ എന്നൊരു കാർഡാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി അത്യാവശ്യം ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് കുറച്ച് അധികമായിട്ടൊരു കൺഫ്യൂഷൻ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. രണ്ട് ഡിസിഷൻ അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസ് കാണും ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ. അതായത് ഒന്ന് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനവും, അതുപോലെ തന്നെ അവരുടെ ലൈഫ് സേഫ് ആക്കുന്ന മറ്റെന്തെങ്കിലും ഒരു ഡിസിഷൻ ആയിരിക്കും. പക്ഷേ ഒന്നിൽ ഒരു പോസിറ്റിവിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ഒരു കാര്യം അട്ടർ ഫ്ലോപ്പായി പോവും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം, മറ്റെന്തെങ്കിലും ഒരു കാര്യമാണ്, ചിലപ്പം ഒരു ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയറിലായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഡിസിഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി നിങ്ങൾ കൈവിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിൽ വരുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥ, ഡിസിഷൻ എടുക്കാൻ പാകത്തിന് വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഏത് ചൂസ് ചെയ്യും, എങ്ങനെ എടുക്കും, ചിലപ്പോൾ രണ്ടും വളരെ വേണ്ടപ്പെട്ടിട്ടുള്ളതായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അവരെത്തി നിൽക്കുന്നൊരു സിറ്റുവേഷനായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജേർണി എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നിങ്ങളുടെ കുറേ പേരുടെയെങ്കിലും റിലേഷൻഷിപ്പ് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം എന്നും കാണാനും ഒന്നും കഴിയാത്ത ഒരു അവസ്ഥയായിരിക്കാം. എപ്പോഴും കാണണമെന്ന് വിചാരിച്ചാൽ കൂടിയും അത് പോസിബിൾ ആക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ അങ്ങനെ ഒരു എനർജി ഇവിടെ ഫീൽ ആവുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യവും മേ ബി ഈ ഒരു കാര്യമായിരിക്കാം. കാരണം ചിലപ്പോൾ അബ്രോഡൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും അബ്രോഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് കാണണമെന്ന് അതിയായിട്ട് തോന്നുന്ന ഓരോ മൊമെൻറ്റിൽ പോലും, ഇപ്പോൾ പാസ്റ്റിലാണെങ്കിലും റിലേഷൻഷിപ്പ് നന്നായി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒന്ന് കാണാനൊക്കെ തോന്നുന്ന സമയത്ത് ഒരു രീതിയിലും ഒന്ന് മീറ്റ് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു എനർജിയും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അത് കൂടുതലായിട്ടും ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കരിയറിലൊരു ബെറ്റർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ളൊരു അവസ്ഥ. അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും, അവർക്ക് കരിയർ കുറച്ചുകൂടെ ബെറ്റർ ആക്കണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. മേ ബി അതുകൊണ്ടായിരിക്കണം ഇവിടെ തുടക്കത്തിൽ തന്നെ ഇൻഡിസിഷൻ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാർഡ് എനർജി കാണിച്ചു തരുന്നതും എന്തൊക്കെയോ രണ്ട് കാര്യങ്ങൾ അവരിങ്ങനെ മുൻപിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഒന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ മറ്റെന്തോ അതുപോലെ പ്രാധാന്യമുള്ള ഒരു കാര്യമുണ്ട്. അപ്പം മേ ബി അത് ചിലപ്പോൾ കരിയറിലുള്ള ഒരു കാര്യമായിരിക്കാം. ആ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുമോ എന്ന് പോലും, ഒരുപക്ഷെ അത് കുറച്ച് ചിലപ്പോൾ അവരുടെ ഒരു ഡ്രീം ജോബ് ആയിരിക്കാം, അത് അച്ചീവ് ചെയ്യേണ്ട ഒരു ടൈം, അല്ലെങ്കിൽ ആ ഒരു അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെടുമോ എന്നൊക്കെ അവർ ഭയക്കുന്നുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുവരണം എന്നതായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള ഒരു ടൈം ആയിട്ടുണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പേഷ്യൻസ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ കുറച്ചുകൂടി ഒരു പേഷ്യൻസോട് കൂടി തന്നെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അവരുടെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു സാവകാശം കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ് ഫീൽ ആവുന്നത്. ഓക്കെ, ഇവിടെ ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡ് ഈ ഒരു കാർഡായിരുന്നു. ഡെഫിനറ്റ്ലി നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും ഒരു ഇൻഡ്യൂഷൻ പവറൊക്കെ ഉള്ള പേഴ്സൺസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ
അതായത് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധ്യമാവുന്ന ഒരു ടൈമായിട്ട് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് സെയിം ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം. കാരണം നിങ്ങളുടെ ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഈ അടുത്തായിട്ട് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടോ എനിക്കറിയില്ല. പക്ഷേ ഈ അടുത്തായിട്ട് നിങ്ങൾ കുറേയെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന പല കാര്യങ്ങളും അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ അന്ന് പറഞ്ഞ പോലെയാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഓർത്ത പോലെ തന്നെയാണല്ലോ സംഭവിച്ചത് എന്നുള്ള പല പല സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഞാൻ ഉദ്ദേശിച്ചതുപോലെയാണല്ലോ അങ്ങനെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നൽ വരികയാണ്, അതങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരം ഒരു പവർ ഈ ഒരു സമയത്തുണ്ട്. സോ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ഇതുവരെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് മടുത്ത് ഒരു ഫലവും കാണാതിരുന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ കുറേ പേരെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു സമയത്ത് നിങ്ങൾ കാണും, ഇതിപ്പോൾ നിങ്ങളായിട്ട് തന്നെ ഓപ്പൺ ചെയ്ത പ്രാർത്ഥനയോടുകൂടി നിങ്ങളായിട്ട് തന്നെ ഓപ്പൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്ലേ ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. സോ ഇത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് തന്നെ നിങ്ങൾ കരുതുക. ഈ ഒരു ടൈം നിങ്ങളിൽ ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏതൊരു കാര്യവും അത് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഭയങ്കര പോസിറ്റിവിറ്റിയോട് കൂടി തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിന് ഒരു സക്സസ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. പക്ഷേ വളരെ വിശ്വാസത്തോടു കൂടി ഒരു കൺഫ്യൂഷനും വെക്കാണ്ട് തന്നെ നിങ്ങളുടെ ഒരു റീയൂണിയൻ പോസിബിളായി, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയൻ പോസിബിളായി എന്നുള്ള രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡെഫിനറ്റ്ലി പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി റീഡിങ്ങിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് ഒക്കെ തന്നെ ക്ലെയിം ചെയ്യാതെ നിങ്ങൾ കമൻസിലൂടെ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, ഒരു ചെറിയ കാര്യമാണെങ്കിൽ കൂടിയും അതിന് നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കമൻസിലൂടെ എഴുതാവുന്നതാണ്. അതൊക്കെ തന്നെ ഒരുപാട് പേര് കാണുന്ന സമയത്ത് ഒരു പോസിറ്റീവ് എനർജിയാണ് സ്പ്രെഡ് ആവുന്നത്. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് എനർജീസും ക്ലെയിം ചെയ്തുകൊണ്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, ഒരു ബെറ്റർ റിസൾട്ട് കിട്ടും എന്നുള്ളൊരു എനർജി ശരിക്കും ഈ റീഡിങ്ങിൽ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലാരിഫൈ ചെയ്തപ്പോൾ ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡാണ് ഫോർത്ത് ചക്ര കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സ്പിരിച്വലി കുറച്ചുകൂടെ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു സ്പിരിച്വലി നിങ്ങൾ കുറേ കൂടി കണക്റ്റഡ് ആവാനായിട്ടൂടെ ശ്രമിക്കുക. കുറേ കൂടി പ്രാർത്ഥനയിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തുക. ആ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ഇതിൽ കൂടുതലും ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഈ ഒരു കാർഡിൻ്റെ എനർജി മനസ്സിലാക്കി തരുന്നത് ബ്ലോസമിങ് അബൻഡൻസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ കാർഡ് ഈ ഒരു കാർഡിൻ്റെ എനർജി മനസ്സിലാക്കി തരുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജിയാണ് വരാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ കുറേ കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ പേർക്കെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ അറിയാം. അവർക്ക് ഒന്നും ചെയ്യാൻ ചിലപ്പോൾ സാധിക്കാത്ത അവസ്ഥയായിരിക്കാം എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഒരു എഫേർട്ട് ഇടാൻ ശ്രമിക്കുക. അത് ഒരുപാട് എന്താണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യലി ഒന്നും തന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും സാധിക്കില്ലെങ്കിൽ കൂടിയും പ്രാർത്ഥനയിൽ അവരുടെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുന്നു എന്നുള്ളൊരു അഫർമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക. ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുന്നു എന്നുള്ളൊരു അഫർമേഷൻ പറയുക. പെട്ടെന്ന് തന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ള റിലീഫ് കിട്ടുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ആവും ഈ ഒരു അഫർമേഷൻ പറയുമ്പോൾ തന്നെ. സോ അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് തരുന്നത്. സോ അതൊക്കെ പറയാനായിട്ട് ശ്രമിക്കുക.